സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ പ്രത്യേകം തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുമാണ്. അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര വനവർഷമായിട്ട് ആചരിച്ചത്. അന്താരാഷ്ട്ര വനവർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണ്? 2011. 2011 അന്താരാഷ്ട്ര വനവർഷം. അന്താരാഷ്ട്ര വനവർഷമായിട്ട് ആചരിച്ചത് 2011. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനമാണ് മിസോറം. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മിസോറമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ. കൂടുതലുള്ളത് ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതലുള്ളത് വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ കണ്ണൂരും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളുമാണ്. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലന്റ് വാലിയാണ്. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21. ലോക വനദിനം എന്നാണ്. മാർച്ച് 21 തീയതിയാണ് ലോക വനദിനമായിട്ട് ആചരിക്കുന്നത്. അന്താരാഷ്ട്ര വവ്വാൽ വർഷമായിട്ട് ആചരിച്ചത്. അന്താരാഷ്ട്ര വവ്വാൽ വർഷമായിട്ട് ആചരിച്ചതും 2011. അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചതും 2011. അന്താരാഷ്ട്ര വവ്വാൽ വർഷം 2011, അന്താരാഷ്ട്ര രസതന്ത്ര വർഷം 2011. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നു. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പരിസ്ഥിതി സംഘടനയാണ് ലോബയാൻ. ലോബയാൻ എന്തിനു വേണ്ടിയിട്ടാണ്? സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പരിസ്ഥിതി സംഘടനയാണ് ലോബയാൻ. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ഗ്രീൻ പീസ് ആണ്. പരിസ്ഥിതി കമാൻഡോസ് ഏതാണ്? ഗ്രീൻ പീസ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എവിടെയാണ്? ആംസ്റ്റർഡാം ആണ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്നത് ഗ്രീൻ പീസ്, ആസ്ഥാനം ആംസ്റ്റർഡാം. വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ് എക്കോളജി ഈസ് ദ പെർമനന്റ് എക്കോണമി. എക്കോളജി ഈസ് ദ പെർമനന്റ് എക്കോണമി. ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ്. ഇപ്പൊ വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് പ്രസ്ഥാനമാണ്? ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ് എക്കോളജി ഈസ് ദ പെർമനന്റ് എക്കോണമി എന്നത്. അടുത്ത ചോദ്യം, നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. കൃഷ്ണ നദി. നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? കൃഷ്ണ നദി.
ഇനി അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. അപ്പൊ കൃഷ്ണ നദി അറിയപ്പെടുന്നതാണ് അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ. അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ നദി, തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദി, പാതാള ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദി. കൃഷ്ണ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണം ഏതാണ്? വിജയവാഡയാണ്. വിജയവാഡ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദീതീരത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ടാണ് നാഗാർജുന സാഗർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ട് ഏതാണ്? നാഗാർജുന സാഗർ അണക്കെട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ട്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പ്രശസ്ത അൽമാട്ടി ഡാം കൃഷ്ണ നദിയിലാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. കൃഷ്ണ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. പോഷക നദികളാണ് തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഘടപ്രഭ, മാലപ്രഭ എന്നിവ. അപ്പൊ കൃഷ്ണ നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഘടപ്രഭ, മാലപ്രഭ. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ. അടുത്ത ചോദ്യം, ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയത്? ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? സുൽത്താനേറ്റ് ആണ്. സുൽത്താനേറ്റ്. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന സുൽത്താൻ വംശമാണ് തുഗ്ലക് വംശം. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന സുൽത്താൻ വംശം ഏതാണ്? തുഗ്ലക് വംശം. തുഗ്ലക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്. ഗിയാസുദ്ദീൻ തുഗ്ലക് സ്ഥാപിച്ച നഗരമാണ് തുഗ്ലക്കാബാദ്. ദേവഗിരിയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്. ദേവഗിരിയിൽ നിന്നും വീണ്ടും ഡൽഹിയിലേക്ക് മാറ്റി മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമം ജോനാഖാൻ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമമാണ് ജോനാഖാൻ. ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തുഗ്ലക് നാമ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്ൻ ബത്തൂത്ത രചിച്ച കൃതിയാണ് സഫർനാമ. സഫർനാമ ആരുടെ കൃതിയാണ്? ഇബ്ൻ ബത്തൂത്ത രചിച്ച കൃതിയാണ് സഫർനാമ. ആരെക്കുറിച്ചാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്ൻ ബത്തൂത്ത രചിച്ച കൃതിയാണ് സഫർനാമ. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂത്തയാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരി. 14-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഇബ്ൻ ബത്തൂത്തയുടെ യാത്രാ വിവരണമാണ് റിഹ്ല. റിഹ്ല ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. 14-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഇബ്ൻ ബത്തൂത്തയുടെ യാത്രാ വിവരണമാണ് റിഹ്ല. റിഹ്ല ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ ചേരിചേരാ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആദ്യത്തെ ചേരിചേരാ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ബെൽഗ്രേഡിൽ വെച്ചാണ്. ബെൽഗ്രേഡ്. വർഷം 1961. ആദ്യത്തെ ചേരിചേരാ സമ്മേളനം നടന്നത് ബെൽഗ്രേഡിൽ വെച്ചാണ്. വർഷം 1961. ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കാൻ തീരുമാനിച്ച ഉച്ചകോടി ഏതാണ്? ബന്ധോങ് ഉച്ചകോടിയാണ്. ബന്ധോങ് ഉച്ചകോടി 1955 ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന ബന്ധോങ് ഉച്ചകോടിയാണ് ചേരിചേരാ
പ്രസ്ഥാനം രൂപവത്കരിക്കാൻ തീരുമാനിച്ച ഉച്ചകോടി. ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ നെഹ്റു, ജോസിച്ച് ബ്രോസ് ടിറ്റോ യുഗോസ്ലാവിയ, ഗമാൽ അബ്ദുൾ നാസർ ഈജിപ്ത്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളാണ് നെഹ്റു, ജോസിച്ച് ബ്രോസ് ടിറ്റോ, ഗമാൽ അബ്ദുൾ നാസർ. ചേരിചേര പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം 1961. ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോനാണ്. ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോൻ. NAMലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 120. NAMലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 120. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി 2024 ജനുവരിയിൽ നടന്നത് എവിടെയാണ്? ഉഗാണ്ടയിലാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി 2024 ജനുവരിയിൽ നടന്നു. എവിടെയാണ്? ഉഗാണ്ടയിൽ. അടുത്ത ചോദ്യം, ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായിട്ട് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത്? ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായിട്ട് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത്? MN റോയ് ആണ്. പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത് ആരാണ്? MN റോയ്. MN റോയുടെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ഭട്ടാചാര്യ. MN റോയിയുടെ യഥാർത്ഥ നാമമാണ് നരേന്ദ്രനാഥ ഭട്ടാചാര്യ. ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MN റോയ് ആണ്. പുസ്തകത്തിന്റെ പേര് ഇന്ത്യൻ ട്രാൻസിഷൻ. ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് MN റോയ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവ് MN റോയ് ആണ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? MN റോയ് ആണ്. ജനകീയാസൂത്രണം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് MN റോയ് ആണ്. ജനകീയ ആസൂത്രണം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? MN റോയ് ആണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് MN റോയ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഈ പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. കേരള വികസന പദ്ധതി നടപ്പാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേരള വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ജനകീയ പദ്ധതി തയ്യാറാക്കിയത് MN റോയ് ആണ്. MN റോയുടെ യഥാർത്ഥ നാമമാണ് നരേന്ദ്രനാഥ ഭട്ടാചാര്യ. ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് MN റോയ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവ് MN റോയ്. ജനകീയ ആസൂത്രണം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് MN റോയ് ആണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും MN റോയ് ആണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിലാണ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഈ പദ്ധതി മൻമോഹൻ മോഡൽ എന്നും അറിയപ്പെടുന്നു. കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത് 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? കേരള കൗമുദിയാണ്. കേരള കൗമുദി. ആയിരത്തി 1911 CV കുഞ്ഞിരാമൻ ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി. 1911 CV കുഞ്ഞിരാമൻ ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി. മലയാള മനോരമ 1890 മാർച്ച് 22 പ്രസിദ്ധീകരണം ആരംഭിച്ചു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പത്രം ആരംഭിച്ചത്.
മലയാള മനോരമ 1890 മാർച്ച് 22 പ്രസിദ്ധീകരണം ആരംഭിച്ചു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പത്രം ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. സ്ഥാപകൻ ഹെർമൻ ഗുണ്ടർട്ടാണ്. വർഷം 1847. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. സ്ഥാപകൻ ഹെർമൻ ഗുണ്ടർട്ടാണ്. വർഷം 1847. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മാർച്ച് 17 മുതലാണ്. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മാർച്ച് 17 മുതലാണ്. മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപരാണ് KP കേശവ മേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന KP കേശവ മേനോൻ മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ. മലയാളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപികയാണ്. ഏറ്റവും പഴക്കമുള്ള മലയാള പത്രം ദീപികയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ഏതാണ്? ദീപിക. ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രം ഏതെന്ന് ചോദിച്ചാൽ ദീപികയാണ്. ദീപികയുടെ ആദ്യ പത്രാധിപർ മാണി കത്തനാർ. ഇനി ആദ്യകാല പത്രങ്ങളും പത്രാധിപന്മാരുമാണ്. കേരള മിത്രം, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, അൽ അമീൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരള പത്രിക, ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കേരള സഞ്ചാരി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസന വികൃതിയുടെ കർത്താവ് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അടുത്ത ചോദ്യം, അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? ശിരുവാണിയാണ്. ശിരുവാണി നദി. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? ശിരുവാണി. കേരളത്തിൽ ആകെ എത്ര നദികൾ? 44 നദികൾ. 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നു. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കുന്തിപ്പുഴയിലാണ്. പാത്രക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ്? കുന്തിപ്പുഴയിലാണ്. കബനി നദി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു. ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ ഒഴുകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതോ? കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് കുറ്റ്യാടിപ്പുഴ. മഞ്ഞ നദി എന്നറിയപ്പെടുന്നു. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ്. കടലുണ്ടിപ്പുഴയാണ് കരിമ്പുഴ എന്ന് അറിയപ്പെടുന്നത്. പെരുമ്പുഴ, പയസ്സുനിപ്പുഴ എന്നിവ ചന്ദ്രഗിരിപ്പുഴയുടെ പോഷക നദികളാണ്. പെരുമ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ചന്ദ്രഗിരിപ്പുഴ. പയസ്സുനിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ചന്ദ്രഗിരിപ്പുഴ. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ മാഹി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച വർഷം 1881. ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ചത് 1881. ഇന്ത്യയിൽ സെൻസസിന് തുടക്കം കുറിച്ചത് മേയോ പ്രഭുവിന്റെ കാലത്താണ്. മേയോ പ്രഭുവിന്റെ കാലത്ത്. ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച സമയത്തെ വൈസ്രോയി ആയിരുന്നു റിപ്പൺ പ്രഭു. 2011 സെൻസസ് ഇന്ത്യയിലെ 15ാമത്തെ സെൻസസ് ആണ്. ഇന്ത്യയിലെ 15ാമത്തെ സെൻസസ് ആയിരുന്നു 2011 സെൻസസ്. സ്ലോഗൻ എന്താണ്? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്.
2011 സെൻസസ് പ്രകാരം ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. കുറഞ്ഞത് സിക്കിം. തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത് 1836 സ്വാതി തിരുനാളിന്റെ കാലത്താണ്. ആരുടെ കാലത്താണ്? സ്വാതി തിരുനാളിന്റെ കാലത്ത്. വർഷം ഏതാണ്? 1836. 1875 ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത്. ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണ്. വർഷം 1875. 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂ സർവേ നടപ്പിലാക്കിയത് വിശാഖം തിരുനാളാണ്. 1883 തിരുവിതാംകൂറിലെ സമ്പൂർണ്ണ ഭൂ സർവേ നടപ്പിലാക്കിയത് ആരാണ്? വിശാഖം തിരുനാളാണ്. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നു. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്ന വർഷം 1861. ആ സമയം വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു. 1883 ഇൽബർട്ട് ബിൽ പാസാക്കിയത് റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബിൽ പാസാക്കിയത് ആരാണ്? റിപ്പൺ പ്രഭു. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. മംഗളവനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. തട്ടേക്കാട് എറണാകുളം ജില്ല, കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ല, മംഗളവനം എറണാകുളം. മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂളന്നൂർ പാലക്കാട് സ്ഥിതി ചെയ്യുന്നു. ചൂളന്നൂർ പക്ഷി സങ്കേതം എവിടെയാണ്? പാലക്കാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് ഭരത്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഭരത്പൂർ. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ സംസ്ഥാന പക്ഷി. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചടയമംഗലത്തിലുള്ള ജഡായു നേച്ചർ പാർക്കിലാണ്. ജഡായു നേച്ചർ പാർക്ക് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജഡായു നേച്ചർ പാർക്കിലാണ്. ആർക്കിയോപ്റ്റെറിക്സ് ആണ് പക്ഷികളുടെ പൂർവികർ എന്നറിയപ്പെടുന്നത്. ആർക്കിയോപ്റ്റെറിക്സ്. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം. ദക്ഷിണേശ്വറിലെ സന്യാസി എന്നറിയപ്പെട്ട വ്യക്തി. ദക്ഷിണേശ്വറിലെ സന്യാസി ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദന്റെ ബാല്യകാല നാമം നരേന്ദ്രനാഥ ദത്ത. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം ഗദ്ദാധർ ചതോപാധ്യായ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമമാണ് ഗദ്ദാധർ ചതോപാധ്യായ. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം 1897. രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം 1897. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം. ശാരദാമഠം രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ്. 1863 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി 12. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. 1893 വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ പങ്കെടുത്തു. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893. വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. വർഷം 1893. 1875 ബോംബെ ആസ്ഥാനമാക്കിയ ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യസമാജം. ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമാണ് മൂൽ ശങ്കർ. കാലടിയിലാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. AD 788.
പ്രച്ഛന്ന ബുധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യനാണ്. ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ദർശനമാണ് അദ്വൈത ദർശനം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ തന്നിരിക്കുന്ന റിലേറ്റഡ് ഫാക്ട്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്